കേരളം മറ്റൊരു മാരക രോഗത്തിൻ്റെ ഭീതിയിലാണ്. ജീവനുള്ള മനുഷ്യൻ്റെ തലച്ചോറ് തിന്നുന്ന അമീബ ഏതു നിമിഷവും നമ്മുടെ തലച്ചോറിനെ കാർന്നു തിന്നാൻ എത്താം. അതെ, അമീബിക് എൻസഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്കജ്വരം അടുത്ത കാലത്തായി കേരളത്തിൽ നിരവധി പേരിലാണ് സ്ഥിരീകരിച്ചത്. 90 മുതൽ 97% ഇതിൻ്റെ മരണനിരക്ക്. ഈ രോഗത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകവും ഇതുതന്നെയാണ്. എന്താണ് അമീബിക് മസ്തിഷ്കജ്വരമെന്നും ഈ മാരകരോഗം വരാതെ എങ്ങനെ പ്രതിരോധിക്കാം എന്നും നമുക്ക് പരിശോധിക്കാം. ചെറിയ ചില ജാഗ്രതകളുണ്ടെങ്കിൽ ഈ മാരകരോഗത്തിൽ നിന്നും നമുക്ക് അകന്നു നിൽക്കാനാകും. കെട്ടിക്കിടക്കുന്നതോ ഒഴുക്കുള്ളതോ ആയ വെള്ളത്തിൽ കാണപ്പെടുന്ന ബ്രെയിൻ ഈറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന അമീബയാണ് അമീബിക് മസ്തിഷ്കജ്വരത്തിന് മൂലകാരണം. കെട്ടിക്കിടക്കുന്ന ജലത്തിൽ കുളിക്കുകയോ കളിക്കുകയോ ചെയ്യുന്ന മനുഷ്യരുടെ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്കജ്വരം ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അമീബിക് മസ്തിഷ്കജ്വരം. നെഗ്ലറിയ ഫവലോറി, അക്കാന്ത അമീബ, സാപ്പീനിയ, ബാലമുത്തിയ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് എൻസഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്കജ്വരം എന്ന രോഗം ഉണ്ടാകുന്നത്. കേന്ദ്ര നാഡീവ്യൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന അത്യന്തം മാരകമായ അവസ്ഥയാണ് ഇത്. 10,000-ൽ ഒരാൾക്ക് പിടിപെടുന്ന അത്യപൂർവ രോഗം. ഇത് ബാധിക്കുമ്പോൾ തലച്ചോറിൽ വീക്കമുണ്ടാകുകയും കോശങ്ങൾ നശിക്കുകയും ചെയ്യും. രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല എന്നതാണ് ഏക ആശ്വാസം. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. 97%-ലധികം മരണനിരക്കുള്ള രോഗമാണിത് എന്നത് ആവർത്തിച്ച് നാം ഓർക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് തലച്ചോറ് തിന്നുന്ന ഈ സൂക്ഷ്മജീവി നമ്മുടെ ശരീരത്തിൽ കടക്കുന്നത് എന്ന് നോക്കാം. വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചേറിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. രോഗാണുബാധ ഉണ്ടായാൽ 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. രോഗാണുബാധ ഉണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ ഉടൻ തന്നെ നാം ആരോഗ്യ വിദഗ്ധരെ സമീപിക്കേണ്ടതുണ്ട്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തുതിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങളാണ് ആദ്യം ഉണ്ടാവുക. എന്നാൽ സാധാരണ പനി എന്ന നിലയിലാണ് പലരും ഇതിന് ചികിത്സ തേടുക. രോഗം ഗുരുതരമാകുമ്പോൾ തലച്ചോറിൽ അണുബാധ കൂടുതലാകും. തുടർന്ന് അപസ്മാരം, ഓർമ്മ നഷ്ടമാകൽ, ബോധക്ഷയം തുടങ്ങിയവ ഉണ്ടാകും. രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവർ ആ വിവരം ഡോക്ടറെ അറിയിക്കണം. രോഗവും രോഗലക്ഷണങ്ങളും ഇത്രയേയുള്ളൂ. മാരകമാണെങ്കിലും വളരെ സിമ്പിളാണെന്ന് തോന്നുന്നില്ലേ? ഇനി അമീബിക് മസ്തിഷ്കജ്വരം പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതും വളരെ ലളിതമാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും ഡൈവ് ചെയ്യുന്നതും ഒഴിവാക്കുക എന്നതാണ് ആദ്യം വേണ്ടത്. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം. ജലസ്രോതസ്സുകളിൽ കുളിക്കുമ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം. മലിനമായ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും മുഖവും വായും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം. ഇനി നീന്തൽക്കുളങ്ങളിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെ എന്ന് നോക്കാം. ആഴ്ചയിലൊരിക്കൽ വെള്ളം പൂർണ്ണമായും ഒഴുക്കിക്കളയണം. സ്വിമ്മിംഗ് പൂളിൻ്റെ വശങ്ങളും തറയും ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് കഴുകണം. പ്രതലങ്ങൾ നന്നായി ഉണങ്ങുവാൻ അനുവദിക്കണം. നീന്തൽക്കുളങ്ങളിലെ ഫിൽറ്ററുകൾ വൃത്തിയായി ഉപയോഗിക്കണം. പുതുതായി നിറയ്ക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കണം. വെള്ളത്തിൻ്റെ അളവനുസരിച്ച് 1000 ലിറ്റർ വെള്ളത്തിന് 5 ഗ്രാം ക്ലോറിൻ എന്ന അനുപാതത്തിൽ ക്ലോറിനേറ്റ് ചെയ്യണം. ക്ലോറിൻ ലെവൽ 0.5 ppm മുതൽ 3 ppm വരെയായി നിലനിർത്തണം.